Yes, welcome back to RKNX. So, 15 ഓണപരീക്ഷാ ചോദ്യ പേപ്പറുകളിലെ 70-ലധികം ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഈ 70 ക്വസ്റ്റ്യൻ പഠിച്ചാൽ വേറൊന്നും നോക്കണ്ട, ഈ 70 ക്വസ്റ്റ്യൻ മതി. ഓക്കേ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം 2023 ഓണം എക്സാമിന്റെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദ സോൾവെന്റ്. ദാറ്റ് ഈസ് നോട്ട് ആസ് മൊളാലിറ്റി ആണ്. മൊളാലിറ്റി കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. ഇറ്റ് ഈസ് മൊളാലിറ്റി. മാറിപ്പോലെ. അടുത്തത് 1 മോൾ ഓഫ് ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1 ഫാരഡ് എഴുതാം, അല്ലെങ്കിൽ 96,500 കൂളും ആണ് ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം കൈനറ്റിക്സിൽ നിന്നുള്ള ചോദ്യമാണ്. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് k യുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, മോൾസ് പെർ മോൾ L raised to minus 1 S raised to minus 1 അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte can be calculated by which of the following law? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അഥവാ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലോ ആണ് കോൾഡർ-റേഷ്യസ് ലോ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്: ഡി ബ്ലോക്ക് എലമെന്റുകളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് 3D സീരീസിലെ എലമെന്റുകളിൽ ഏത് എലമെന്റ് ആണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത്? അതായത് +2 +3 +4 അങ്ങനെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്തത്. നിങ്ങൾക്ക് സ്കാൻഡിയം എഴുതാം, അല്ലെങ്കിൽ സിങ്ക് എഴുതാം. രണ്ടും ആൻസർ തന്നെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം അടുത്ത വർഷത്തെയാണ്. യെസ്, ആദ്യത്തെ ചോദ്യത്തിൽ the unit of rate constant of zero order reaction ന്റെ rate constant യൂണിറ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു. റിപ്പീറ്റേഷൻ നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ്. Among the following transition elements, which one has a completely filled d orbital? ഏതാണ് d? ഓക്കേ, പറയൂ. 4 എലമെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ D10 കോൺഫിഗറേഷൻ ആർക്കാണെന്നാണ്? സിൽവർ ആണ്. സിൽവറിന് 4d10 കോൺഫിഗറേഷൻ ആണ്. Give an example for semi permeable membrane. Semi permeable membrane എക്സാമ്പിൾ ആണ് ചോദിച്ചത്. പറയൂ. ഫിക്സ് ബ്ലാഡർ എഴുതാം, അല്ലെങ്കിൽ പാർച്ച്മെന്റ് പേപ്പർ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. യെസ്, അടുത്ത ചോദ്യം: ഹൗ ഓസ്മോസിസ് വേരി വിത്ത് ടെമ്പറേച്ചർ? Pi is equal to CRT. ഓസ്മോട്ടിക് പ്രഷർ Pi is equal to CRT ആണ്. ടെമ്പറേച്ചർ കൂടുതലും ഓസ്മോട്ടിക് പ്രഷർ തീർച്ചയായിട്ടും കൂടും. യെസ്, അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഓസ്മോസിസിന്റെ റേറ്റ് കൂടും. അടുത്ത ചോദ്യം ഇതാണ്: ഗിവ് an എക്സാമ്പിൾ ഫോർ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷന് എക്സാമ്പിൾ എഴുതാനാണ്. അതായത് ഓർഡർ മോളിക്കുലാരിറ്റി തമ്മിലുള്ള മെയിൻ ഡിഫറൻസിൽ ഒന്നാണ് അത്, അല്ലേ? ഓർഡർ എന്താവാം, ഫ്രാക്ഷൻ ആവാം എന്നാ പറയുന്നത്. ഓക്കേ, നോക്കുക. ക്ലോറോഫോം ക്ലോറിനും റിയാക്ട് ചെയ്ത് CCl4 ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. അതിന്റെ ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ റേറ്റ് ഈസ് ഈക്വൽ ടു K into CHCl3 raised to 1 Cl2 raised to 1/2 എന്നാണ്. സോ അത് ആഡ് ചെയ്യുമ്പോൾ 1ഉം 1/2 ആഡ് ചെയ്യുമ്പോൾ 3/2 അതൊരു ഫ്രാക്ഷൻ ആണ്. യെസ്, അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സെപ്റ്റംബർ 2024 ആദ്യത്തെ ചോദ്യം: എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെൽ. സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആര് എന്നുള്ളതാണ്. സെക്കൻഡറി സെൽ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. ഇവിടെ തന്നിരിക്കുന്നതാണ് ലെഡ് സ്റ്റോറേജ്, ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും പ്രൈമറി സെല്ലാണ്. യെസ്, the solution made up of weighing 10 gram of NaCl adding 40 gram of water. 10 gram NaCl 40 gram water add ചെയ്താൽ mass percentage 10 plus 40 അല്ലേ? mass of solute divided by mass of solution into 100 ആണ്. mass of solute 10 ആണ്. mass of solution 50 ആണ്. into 100 എത്ര കിട്ടും? 20%. 10 plus 40 താഴെ ആഡ് ചെയ്യണേ. into 100 കിട്ടും. 20%. യെസ്, അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ദ റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് k യുടെ യൂണിറ്റ് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഇൻവേഴ്സ് എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യാനാണ്. സെക്കൻഡ് ഇൻവേഴ്സ് കണ്ടാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അടുത്ത ചോദ്യം: the product obtained at anode during electrolysis of sodium chloride. sodium chloride electrolysis നടത്തി കഴിഞ്ഞാൽ കാഥോഡിൽ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് ആനോഡിൽ ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും. ഇത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. ക്ലോറിൻ ആണ് ആൻസർ. വിച്ച് among the following metals of 3D series has the lowest melting point? ഇവിടെ അയൺ തന്നിട്ടുണ്ട്, മാംഗനീസ് തന്നിട്ടുണ്ട്, സിങ്ക് തന്നിട്ടുണ്ട്, കോപ്പർ തന്നിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവ് സിങ്കിനാണ്. ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സിങ്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത വർഷമാണ് 2000. അതായത് പല സ്കൂളുകളിലും പല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ 2024 തന്നെ ഒരുപാട് ചോദ്യ പേപ്പർ ഉണ്ട്. നെക്സ്റ്റ് വൺ: which of the following is not a colligative property? colligative property അല്ലാത്തത് not a colligative property. ആദ്യത്തെ ഓസ്മോട്ടിക് പ്രഷർ ആണ്. colligative property ആണ്. elevation of boiling point colligative property ആണ്. vapor pressure is not a colligative property. relative lowering of vapor pressure is a colligative property. vapor pressure colligative property അല്ല. boiling point colligative property അല്ല. elevation of boiling point relative lowering of vapor pressure ആണ് colligative property. അപ്പോൾ ഇതിലുള്ളതിൽ ഓസ്മോട്ടിക് പ്രഷർ, elevation of boiling point, depression of freezing point. അടുത്ത ചോദ്യം ഇതാണ്: ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് k യുടെ യൂണിറ്റ് ആണ്.
Yes, second inverse is the answer. Cell potential of mercury cell, constant voltage produce ചെയ്യുന്ന സെല്ലുകളാണ് മെർക്കുറി സെല്ലുകൾ. മെർക്കുറി സെല്ലുകളുടെ വോൾട്ടേജ് 1.35 വോൾട്ട്. യെസ്, അടുത്ത ചോദ്യം ഡി ആൻഡ് എഫിൽ നിന്നാണ്. among the following oxides of vanadium which is amphoteric? വനേഡിയത്തിന്റെ ഓക്സൈഡുകൾ തന്നിട്ടുണ്ട്, അതിൽ ആംഫോടെറിക് ആരാണ്? അതായത് ആസിഡുമായിട്ടും ആൽക്കലിയുമായിട്ടും റിയാക്ട് ചെയ്യുന്നത് വനേഡിയം പെന്റോക്സൈഡ് ആണ്, V2O5 ആണ് ആംഫോടെറിക് ഓക്സൈഡ്. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. The product formed the product formed at the cathode during the NaCl, same electrolysis, NaCl electrolysis നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് കാഥോഡിൽ ഹൈഡ്രജൻ ആണെങ്കിൽ ആനോഡിൽ ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും. ആനോഡ് ആണ് ഇത്രയും നാള് ചോദിച്ചത്, അപ്പൊ ക്ലോറിൻ ആയിരുന്നു, ഇത് കാഥോഡ് ആണ്. യെസ്, അടുത്ത 2024 തന്നെ കാസർഗോഡ് ഒരു സ്കൂളിൽ ചോദിച്ചത് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി റേഡിയോ ആക്ടിവിറ്റി ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. യെസ്, അപ്പൊ ആൻസർ ഇസ് ഫസ്റ്റ് ഓർഡർ. The number of moles of solute per kilogram of solvent is known as molality. മൊളാലിറ്റി ആണ്, L ആണ്, തിരിഞ്ഞു പോകരുത്. യെസ്, ചാർജ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 mole of aluminium is. ഇങ്ങനെ ആലോചിച്ചാൽ മതി. Al3++ 3 ഇലക്ട്രോൺ ഗിവ്സ് Al ആണ്. Al3+ൽ 3 ഇലക്ട്രോൺ എടുത്താൽ Al കിട്ടും. സോ 3 mole ഇലക്ട്രോൺ അഥവാ 3 mole ഇലക്ട്രോൺ ചാർജ് 3 ഫാരഡേ. യെസ്, the common oxidation state ലാന്തനോയിഡ്. ലാന്തനോയിഡുകൾ കാണിക്കുന്ന common oxidation state +3 ആണ്. ചിലപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് ചോദിച്ചാൽ അത് +2 ആണ്. +4 കാണിക്കുന്ന എലമെന്റ് ചോദിച്ചാൽ ലാന്തനോയിഡിലെ സീറിയം ആണ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Van Hoff factor of K2SO4 ആണ്. K2SO4 ഡീകമ്പോസ് ചെയ്യുക 2K+ SO4 2-. എന്താ പറയുക? 2K+ SO4 2-. നമ്പർ ഓഫ് അയോൺ ഫോംഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ 3/1 = 3. യെസ്, ആൻസർ 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യമാണ്. 2024 തന്നെ ചോദ്യമാണ്. When a non-volatile solute is dissolved in a volatile solvent, its freezing point. Its freezing point decrease ചെയ്യും. ഒരു വെള്ളത്തിലേക്ക് പഞ്ചസാര ഇട്ടാൽ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഷുഗർ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവായിരിക്കും വെള്ളത്തിനേക്കാളും. സോ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇട്ടാൽ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ് രണ്ടാമത്തത്. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു 1 ഫാരഡ് എഴുതിയാൽ മതി നിങ്ങൾ. അടുത്ത ചോദ്യം, അരീനിയസ് ഇക്വേഷൻ ഉണ്ട്. അരീനിയസ് ഇക്വേഷനിലെ എ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അരീനിയസ് ഇക്വേഷനിലെ എ എന്ന് പറയുന്നത് അരീനിയസ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കാം, ഫ്രീക്വൻസി ഫാക്ടർ എന്ന് വിളിക്കാം. അത് എഴുതിയാൽ മതി. അടുത്തത്, the spin only magnetic moment of metal is 5.92. spin only magnetic moment 5.92. 4 മാഗ്നറ്റോൺ ആണ് തന്നിട്ടുണ്ട്. അതിലെ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. യെസ്, മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സാധാരണ മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുക. n × n+2 ആണ് മ്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ n അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഇത്തവണ ചോദിച്ചത്. ഏതാ ഞാൻ പറഞ്ഞു 5 ആയിരിക്കും. നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസിലേക്കും 5 ആയിരിക്കും. 5 പോയിന്റ് ആണെങ്കിൽ 5 ആയിരിക്കും, 2 പോയിന്റ് ആണെങ്കിൽ 2 ആയിരിക്കും, 3 പോയിന്റ് ആണെങ്കിൽ 3 ആയിരിക്കും. അപ്പൊ ഹോൾ നമ്പർ ഫസ്റ്റ് വരുന്ന ഹോൾ നമ്പർ ഏതാണോ അത്രയും നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഓഫ് 5 അൺപെയ്ഡ് ഇലക്ട്രോൺ. നെക്സ്റ്റ്, യെസ്, അടുത്ത ചോദ്യം 2019-20 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. യെസ്, ആദ്യത്തെ രണ്ടെണ്ണം അന്നത്തെ സോളിഡ് സ്റ്റേറ്റിൽ ഡിലീറ്റഡ് ടോപ്പിക് ആണ്. ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനില്ല. ദ പ്രഷർ ദാറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് ടു സൊല്യൂഷൻ. സൊല്യൂഷനിലേക്കുള്ള സോൾവെന്റിന്റെ ഫ്ലോ തടയുന്ന ആ ഒരു പ്രഷർ. Osmotic pressure is the minimum pressure that applied on the liquid surface to prevent osmosis. ഇനി സ്ഥിരം ചോദിച്ച ചോദ്യം തന്നെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. The product obtained at anode during the electrolysis of NaCl solution. NaCl solution ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ ആനോഡിൽ കിട്ടുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. The cell used in Apollo space mission. Apollo space missionൽ യൂസ് ചെയ്യുന്ന സെൽ ഏതാണ്? ഫ്യൂവൽ സെൽ ആണ്. ഫ്യൂവൽ സെൽ കാരണം അതിന്റെ ബൈ പ്രൊഡക്റ്റ് വാട്ടർ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വാട്ടർ സോഴ്സ് ഇൻ സ്പേസ് ക്രാഫ്റ്റ്. സ്പേസ് ക്രാഫ്റ്റിൽ വാട്ടർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. ഹോട്ട് പ്ലാറ്റിനം സർഫസിലുള്ള അമോണിയ ഗ്യാസിന്റെ ഡീകമ്പോസിഷൻ ഏത് ഓർഡറിന്റെ എക്സാമ്പിൾ ആണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. അല്ലേ, സോറി, സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. സീറോ ഓർഡർ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ലൈൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ 2023 ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ചോദ്യം, the limiting molar conductivity of weak electrolyte can be calculated using limiting molar conductivity കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലോ ആണ് കോളറേഷ്യസ് ലോ. ഇത് ഓൾറെഡി വന്ന ചോദ്യമാണ്, അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത ചോദ്യം ഇതാണ്. ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K യുടെ യൂണിറ്റ് തന്നിട്ടുണ്ട്. മോൾ L⁻⁻1 S⁻⁻1. അതിന്റെ ഓർഡർ പ്രെഡിക്റ്റ് ചെയ്യണം. ഏത് ഓർഡറാ? സീറോ ഓർഡർ ആണ്. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, in a solution you have component A and B. രണ്ട് കമ്പോണന്റ് സൊല്യൂഷൻ മേക്ക് ചെയ്ത രണ്ട് കമ്പോണന്റ് ആണ് A and B. The A and B interactions are weaker. AB സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻ വീക്ക് ആണെന്ന് പറഞ്ഞാൽ മോളിക്യൂൾ വേപ്പർ ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. വിത്ത് റെസ്പെക്ട് ടു O2 അതിന്റെ ഓർഡർ കണ്ടുപിടിക്കണം. അപ്പൊ റേറ്റ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. rate is equal to K into NO raised to 2
ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓർഡർ എഴുതാൻ പറയുമ്പോൾ 2+1 3 ആണ് ഓർഡർ കിട്ടുക. ബട്ട് വിത്ത് റെസ്പെക്ട് ടു O ചോദിച്ചാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിരിക്കും കേട്ടോ. റിയാക്ഷൻ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അടുത്ത നെക്സ്റ്റ് 2023 തന്നെ മറ്റൊരു ചോദ്യം. Okay, give an example for pseudo first order reaction. Pseudo first order reaction inversion of Cain sugar നിങ്ങൾക്ക് എഴുതാം. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. Yes, hydrolysis of ester, inversion of Cain sugar. Two solution having same osmotic pressure at a given temperature. ഒരു ടെമ്പറേച്ചറിൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ കാണിക്കുന്ന രണ്ട് സൊല്യൂഷൻ ആണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. യെസ്, ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ്. യെസ്, ഇതിന്റെ ആൻസേഴ്സ് വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷൻ. ഒരു ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അടുത്ത ചോദ്യം. The galvanic cell which are used in convert the energy of combustion of fuel. Fuel burn ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാൽവനിക് സെല്ലുകളാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂവൽ സെൽ. Yes, fuel cell. And next one 2018-19 1 മാർക്ക് ചോദ്യങ്ങളാണ്. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ആദ്യത്തെ ചോദ്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസെൻട്രേഷൻ ടേം ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ? ഇതിൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് മൊളാരിറ്റി ഉണ്ട്, മാസ് പെർസെന്റേജ് ഉണ്ട്, വോളിയം പെർസെന്റേജ് ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്. മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. മാസ് പെർസെന്റേജ് ബൈ വോളിയം. ഒന്നാമത്തെ മൊളാലിറ്റി ആണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. മാസ് ബൈ വോളിയം പെർസെന്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ്, കാരണം വോളിയം മാറിക്കൊണ്ടിരിക്കും. വോളിയം പെർസെന്റേജ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. മൊളാലിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. മൊളാലിറ്റി എല്ലാണ് വരിക. യെസ്, അടുത്തത് മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി ആണ്. നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് സൈമിൾട്ടേനിയസ്ലി കൊളൈഡിംഗ് ആണ്. 2+1 ആണ്. സോ മോളിക്കുലാരിറ്റി ഈസ് 3 ആണ്. Okay, molecularity is the number of molecules undergo simultaneous collision during a chemical reaction. Yes. അടുത്തത് ഓഗസ്റ്റ് 2023 തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് നമുക്ക് അറിയാം, സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യൂ, പ്രെഡിക്റ്റ് ചെയ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓർഡർ ആണ്. ഒന്നാമത്തെ ഓർഡറിനാണ് സെക്കൻഡ് ഇൻവേഴ്സ് യൂണിറ്റ് വരിക. The value of Van Hoff factor for the complete decomposition of NaCl solute is NaCl decomposes Van Hoff factor. NaCl become Na++ Cl minus number of ion formed divided by number of molecule taken. 2/1 is equal to 2 ആണ്. Yes. അടുത്ത ചോദ്യം. The electrode potential of standard hydrogen electrode is assigned the value of 0 ആണ്. 0. It's assumed to be 0 ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ assumed to be 0. Yes. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2 solutions having same osmotic pressure. ഒരേ ഓസ്മോട്ടിക് പ്രഷർ ഉള്ള രണ്ട് സൊല്യൂഷനെ വിളിക്കുന്നതാണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. ഓക്കേ, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. The electrolyte used in lead storage battery. lead storage battery യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ആണ് ഏതാ? HCl ഉണ്ട്, H2SO4, HNO3 ഉണ്ട്, H2SO4. 38% by mass. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ക്രോമിയം ഇൻ K2Cr2O7. K2Cr2O7 ൽ ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കുമ്പോൾ +6 വരും. ആൻസർ ഈസ് +6. ഈ റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. 2+1 ആഡ് ചെയ്താൽ മതി. 3 ആണ് മോളിക്കുലാരിറ്റി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിങ്ക് അല്ല, സിർക്കോണിയം ആണ്. സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഒരേ പ്രോപ്പർട്ടീസ് ആണ്, സിമിലർ പ്രോപ്പർട്ടീസ് ആണ്. റീസൺ എന്താണ്? ലാന്തനോയിഡ് കൺട്രാക്ഷൻ കൊണ്ടാണ് അവർക്ക്. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. യെസ്, നെക്സ്റ്റ് ഈസ്. യെസ്, അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ചോദ്യം. ഓക്കേ, which of the following is not a colligative property? ഇതിൽ colligative property അല്ലാത്തത് ഏത് എന്നാണ് ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. വേപ്പർ പ്രഷർ ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. Give an example for secondary cell. Secondary cell lead storage battery. ഒരു ഉദാഹരണം മതി. The unit of rate constant for a zero order reaction mol L⁻⁻⁻1 S⁻⁻⁻1. കുറേ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. The common oxidation state of lanthanoid is +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ലാന്തനോയിഡുകൾ കോമൺ ആയിട്ട് കാണിക്കുക. അടുത്തത് മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. root of n into n+2. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. യെസ്, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അവസാന 5 ചോദ്യം. The mole fraction of water in mixer contain equal mass of water and ethanol. Equal mass of water and ethanol. Equal moles of വാട്ടറും എത്തനോളും ആണ്. അതിന്റെ മോൾ ഫ്രാക്ഷൻ ആണ്. അത് 0.5 ആയിരിക്കും അല്ലേ? യെസ്. രണ്ടുപേരുടെയും മോൾ ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്താൽ 1 കിട്ടും. അത് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും 0.5 ആയിരിക്കും. നെക്സ്റ്റ്. യെസ്, അടുത്തത് ഇക്കൂട്ടത്തിൽ നിന്ന് വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടെത്താനാണ്. പൊട്ടാഷ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ബ്രോമൈഡ്, അസറ്റിക് ആസിഡ്. ഇറ്റ്സ് അസറ്റിക് ആസിഡ്. ഏറ്റവും സിമ്പിൾ വീക്ക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ വീക്ക് എന്ന് പറയാൻ പറ്റില്ല. വീക്ക് ഇലക്ട്രോലൈറ്റ് അസറ്റിക് ആസിഡ്. 1 മോൾ ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1 ഫാരഡ് 96,500 common oxidation state of lanthanoid is +3 oxidation state ആണ്. Unit of rate constant for first order reaction rate constant K യുടെ unit is
സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ആൻസർ. യെസ്. റെഡി. അപ്പം നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞു? 71 ചോദ്യങ്ങൾ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആലോചിക്കേണ്ടത് മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നല്ല, ഓൾമോസ്റ്റ് റിപ്പീറ്റേഷൻ തന്നെയാണ് അല്ലെ. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഈ 71 ക്വസ്റ്റ്യൻ പഠിച്ചാൽ 1 മാർക്കും 2 മാർക്കും ഓൾമോസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.